സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ. രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ. ഇ കെയർ ഹൈപ്പർ ഫാർമ നിയർ EMC ഹോസ്പിറ്റൽ എടവണ്ണ. അഭയമാകാൻ അഭയധന ഗവൺമെന്റ് അപ്രൂവ്ഡ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹെഡ് ഓഫീസ് എടവണ്ണ, ബ്രാഞ്ച് പത്തപ്പിരിയം. നിലമ്പൂരിൽ ഇക്കുറി UDF ചരിത്ര വിജയം നേടുമെന്ന UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അദ്ദേഹം 23, 24 തീയതികളിലായി പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കും. 25, 26, 27 തീയതികളിലായി ബൂത്ത് തല കൺവെൻഷനുകളും നടക്കും. 27 മുതൽ സ്ഥാനാർത്ഥി പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാകും. ഇക്കുറി നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് അനുകൂല സാഹചര്യങ്ങൾ ഏറെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനെതിരെ വിധിയെഴുതാൻ ജനം കാത്തിരിക്കുകയാണെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. MLA എന്ന നിലയിൽ 200 ദിവസം മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെങ്കിലും ഈ കുറഞ്ഞ കാലയളവിൽ 200 കോടിയുടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. നിലമ്പൂർ ബൈപ്പാസ്, എടക്കര ബൈപ്പാസ്, മലയോര ഹൈവേയുടെ 3ാം ബ്രിഡ്ജ്, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനെ സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പിന്റെ പ്രശ്നം വന്നിട്ടില്ല. മാത്രമല്ല, ഈ ശനിയാഴ്ച നോമിനേഷൻ കൊടുക്കുന്നു 21-ാം തീയതി. 22-ാം തീയതി വിപുലമായ കൺവെൻഷൻ, നിയോജകമണ്ഡലം കൺവെൻഷൻ. 23, 24 തീയതികളിൽ പഞ്ചായത്ത് കൺവെൻഷൻ. 25, 26, 27 തീയതികളിൽ ബൂത്ത് തല കൺവെൻഷൻ. 27-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി പര്യടനം. 27 മുതൽ 5-ാം തീയതി വരെ സ്ഥാനാർത്ഥി പര്യടനം. ഈ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും എവിടെ ചെല്ലുമ്പോഴും വളരെ സ്വാഗതാർഹമായ ഒരു സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി പലപ്പോഴും മൃതപ്രായമായി കിടന്നിരുന്ന LDF സർക്കാരിന്റെ നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു മോചനം നിലമ്പൂരിന് ലഭിക്കുന്നു എന്നത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലമ്പൂരിന്റെ ബൈപ്പാസ് ആവട്ടെ, എടക്കര ബൈപ്പാസ് ആവട്ടെ, നമ്മുടെ മലയോര ഹൈവേയുടെ പുതിയ റോഡാവട്ടെ, പുതിയ 3ാം റീച്ച് ആവട്ടെ, അതുപോലെയുള്ള ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലമെടുപ്പും അതിന്റെ പദ്ധതിയാവട്ടെ, നിരവധിയായ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിച്ചു. മൃതപ്രായമായി കിടന്നിരുന്ന പദ്ധതികൾ നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു എന്നത് വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. നമ്മൾ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് 7 മാസത്തെ 200 ദിവസമാണ് എനിക്ക് പ്രവർത്തിക്കാൻ കിട്ടിയത്. അപ്പൊ ആ 200 ദിവസം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അന്നും ഇതേപോലെ ഇലക്ഷന്റെ പ്രോട്ടോകോൾ വന്നു. അതൊക്കെ കഴിച്ചാൽ 200 ദിവസമാണ് വാസ്തവത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കിട്ടിയത്. ആ 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഗവൺമെന്റ് ഇപ്പോഴും തിരിഞ്ഞു നോക്കാത്ത 2-3 മേഖലയുണ്ട്. അതായത് നമ്മുടെ KSRTCയുടെ ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ആദിവാസി മേഖലയിൽ അതന്നെ നമുക്ക് പാലം ലഭിച്ചത് കോടതിയിൽ പോയിട്ടാണ്. ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധയും കൂടി ഹൈക്കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാലം ലഭിച്ചത്. ആ പാലത്തിന് പണി പൂർത്തീകരിക്കുന്നു. എങ്കിലും അവരെ പുനരധിവാസം ഇതുവരെ കേരളത്തിലെ സർക്കാരിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾക്ക് പുതിയ നിലമ്പൂരിന് വളരണമെങ്കിൽ ടൂറിസം മേഖലയിൽ വലിയ പദ്ധതികൾ നമുക്കുണ്ടാവും. അതിനു വേണ്ടിയുള്ള വലിയ ശ്രമമാണ്. ഇന്ത്യ രാജ്യത്തെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കേന്ദ്ര ടൂറിസം സെക്രട്ടറി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ 2 ദിവസത്തെ കോൺക്ലേവ് നമ്മൾ നടത്തിയ. ഇന്ത്യയിലെ തന്നെ പ്രമുഖരമായ ടൂറിസം ഓപ്പറേറ്റേഴ്സ്, പ്രൊഫഷണൽസിനൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. നമ്മൾ വിപുലമായ ഒരു ടൂറിസം കോൺക്ലേവ് നമ്മൾ നടത്തി. എന്തായാലും നിലമ്പൂരിന് വളരണമെങ്കിൽ ടൂറിസം മേഖലയിലെ വലിയ വികസനം നമുക്ക് സാധ്യമാവണം എന്നതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വികാസ് വിഷൻ 2040, ഒരു 2040 നിലമ്പൂർ എങ്ങനെയാവണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ നമ്മൾ ശേഖരിച്ചുകൊണ്ട് ഒരു വലിയ കർമ്മ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നത്. UDFന് നിലമ്പൂരിന് 3 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് 3 പേരെ
VHOE, TP അഷ്റഫ് അലിയും ഞാനും അടക്കം 3 പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെയും വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. നിലമ്പൂരിന് ഒരു 3 MLA-മാരെ നൽകാൻ കഴിയുന്ന ഒരു മുന്നണി കൂടിയായി UDF നിലമ്പൂർ മാറുകയാണ്. തീർച്ചയായും ടീം UDF, ആ ടീം UDF-ന്റെ വിജയമാണ് വാസ്തവത്തിൽ. മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭയും പിടിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു മെമ്പർ പോലും ഇല്ല. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മുഴുവൻ നമ്മൾ നേടി. തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിൽ നമ്മൾ നിലമ്പൂർ 11,000 വോട്ടിന് നമ്മൾ തിരിച്ചു പിടിച്ചു. മാത്രമല്ല നിലമ്പൂർ ഒരു വലിയ ജൈത്രയാത്ര, കഴിഞ്ഞ കാലത്ത് നിലമ്പൂരിന് നഷ്ടപ്പെട്ടത് മുഴുവൻ വീണ്ടെടുക്കാനുള്ള വലിയ ശ്രമമാണ്. അതിലേക്കാണ് ഇനി നിലമ്പൂരിൽ നിന്ന് 3 MLA-മാർ കൂടി നിലമ്പൂരിൽ നിന്ന് വരും എന്ന് തന്നെയാണ്. അല്ല, അങ്ങനെയല്ല, അത് എന്തായാലും ഒരു ചരിത്ര ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ, എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ, രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഇനി സുരക്ഷിതമായ കൈകളിൽ. കെയർ ഹൈപ്പർ ഫാർമ നിയർ EMC ഹോസ്പിറ്റൽ എടവണ്ണ. അഭയമാകാൻ അഭയധന ഗവൺമെന്റ് അപ്രൂവ്ഡ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് എടവണ്ണ, ബ്രാഞ്ച് പത്തപ്പിരിയം.